നല്ല റിവ്യൂസും കമന്റ്സും ഉള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഡീകൺസ്ട്രക്റ്റിന്റെ ഹെയർ ഗ്രോത്ത് സെറം എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഹെയർ ഫോൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? മുടി കൊഴിച്ചിന് കാരണം നെറ്റ് കയറി പോകുന്നുണ്ടോ? അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഡീകൺസ്ട്രക്റ്റിന്റെ ഹെയർ ഗ്രോത്ത് സെറം. റിവ്യൂസിൽ റേറ്റിംഗുകളൊക്കെ കൂടുതൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അപ്പൊ നമുക്ക് ഈ ഹെയർ സെറത്തിന്റെ പാക്കേജിംഗ് തൊട്ട് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പൊ ഇതിന്റെ പാക്കേജിംഗ് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടിലാണ്. 50 ml ബോട്ടിലാണ് കേട്ടോ. 799 രൂപയാണ് വില വരുന്നത്. ഓൺലൈനിൽ നമുക്ക് 719 രൂപയ്ക്ക് കിട്ടും കേട്ടോ. സൾഫേറ്റ് ഫ്രീയും പാരബൻ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഹെയർ സെറംസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റുകൾ വന്നായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഡീകൺസ്ട്രക്റ്റിന്റെ ഹെയർ ഗ്രോത്ത് സെറം എന്ന് പറയുന്നത് പാരബൻ ഫ്രീയുമാണ്, സൾഫേറ്റ് ഫ്രീയുമാണ്. പിന്നെ ഇതിന്റെ ഫ്രാഗ്രൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഡീകൺസ്ട്രക്റ്റിന്റെ കമ്പനിക്കാർ പറയുന്നത് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളതാണെന്നാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഹെർബൽ ഫ്രാഗ്രൻസ് ഫീൽ ചെയ്ത് കേട്ടോ. ഇനി എങ്ങനെയാണ് ഡീകൺസ്ട്രക്റ്റിന്റെ ഹെയർ ഗ്രോത്ത് സെറം യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ സ്കാൽപ്പിലേക്ക് 2-3 ഡ്രോപ്പ് നമ്മുടെ ഹെയർ ഗ്രോത്ത് സെറം എടുക്കുക. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിലേക്ക് 2-3 ഡ്രോപ്പ് സെറം ഇങ്ങനെ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്കാൽപ്പിലാണ് മസാജ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ റൂട്ടുകളിലൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്തതിനു ശേഷം നമ്മളൊരു ചീപ്പോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലതുപോലെ ചീവി എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് പല്ല് ഇതുപോലെ വെള്ള ചീപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും യൂസ് ചെയ്യുമ്പോൾ പല്ല് അകലം കൂടുതലുള്ള ചീപ്പ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ ചീപ്പുകൾക്ക് ഒത്തിരി അകലം ഇല്ലാതെ ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കത്തില്ലേ, അപ്പൊ അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. മുടി കൊഴിച്ചിൽ കൂടാൻ വേണ്ടി കാരണമാകുവേ. അപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന പ്രശ്നമാണ് വല്ലാതെ മുടി കൊഴിച്ചിലുണ്ടാവുന്നു. നമ്മുടെ മുടി ഒന്ന് ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴേക്കും നമ്മുടെ കൈകളിലോട്ട് മുടിയൊക്കെ വരുന്നു. അങ്ങനെ വല്ലാതെ പ്രശ്നം പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ കമന്റ് ബോക്സിൽ എനിക്ക് അങ്ങനെയുള്ള കമന്റുകളും കിട്ടാറുണ്ട്. അപ്പൊ അതിന് ശരിക്കും പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സെറംസ് ഒക്കെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. ഷാമ്പു ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും അങ്ങനെയുള്ള ടൈപ്പ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു സൊല്യൂഷനും കൂടിയാണ് കേട്ടോ ഇത്. ഇനി നമ്മുടെ ഡീകൺസ്ട്രക്റ്റ് ഹെയർ ഗ്രോത്ത് സെറത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്. അപ്പൊ മെയിൻ ആയിട്ടുള്ളത് റോസ്മേരി ആണ്. റോസ്മേരി എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മുടി വളർച്ച സഹായിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അടങ്ങിയിരിക്കുന്നത് അനാജിനും പെപ്റ്റൈഡ് കോംപ്ലക്സും ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ തലമുടിയിലെ ഫോളിക്കിൾസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് റൂട്ടിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടിയിട്ടും മുടി സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ കമ്പനി പറയുന്നത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പാച്ച് ടെസ്റ്റ് എടുക്കാം കേട്ടോ. പാച്ച് ടെസ്റ്റ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് സെറം എടുക്കുക, നമ്മുടെ ചെവിയുടെ പുറകിൽ ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിലോ ഇറിറ്റേഷനോ എന്തെങ്കിലും പിമ്പിൾസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പോകരുത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ നമുക്ക് രാവിലെ ആണെങ്കിലും ഈ ഒരു ഹെയർ സെറം അപ്ലൈ ചെയ്യാന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോൺ ഗ്രീസിയും ആണ്, നോൺ ഓയിലും ആണ്. അപ്പൊ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ മുടിയിലേക്ക് പൊടിയൊക്കെ ഒട്ടിപ്പിടിക്കാനോ തലയോട്ടിൽ പൊടിയും അഴുക്കൊക്കെ അടിഞ്ഞു കൂടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. മൈൽഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. സാധാരണ ഹെയർ സെറംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് ചെറുതായിട്ടെങ്കിലും ഒരു ഓയിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ ഫേസിലൊക്കെ ചെറുതായിട്ട് ഒരു ഓയിലൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഈ നെറ്റിയുടെ അവിടെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ഇത് നോൺ ഗ്രീസി ആയതുകൊണ്ട് നോൺ ഓയിലി ആയതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്തേക്ക് എണ്ണ ഇറങ്ങി വരുന്ന ആ ഒരു ഓയിൽ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ കണ്ടീഷൻ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ലൈറ്റ് വെയിറ്റ് ആണ്, വാട്ടറി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത് കണ്ടോ, ഇതിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ റോസ്മേരി ആണെങ്കിലും അനാജിൻ ആണെങ്കിലും പെപ്റ്റൈഡ് കോംപ്ലക്സ് ഒക്കെ ആണെങ്കിലും അത് 1% വെച്ചാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ റേറ്റിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, അതും പ്രൊഡക്റ്റിന്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഹെയർ ലോസ് ഒക്കെ കുറച്ച് പുതിയ മുടിയൊക്കെ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ഹെയർ സെറത്തിന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഡീകൺസ്ട്രക്റ്റ് ഹെയർ ഗ്രോത്ത് സെറം എന്ന് അടിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ റേറ്റിംഗ്സ് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഒത്തിരി നല്ല റിവ്യൂസും കമന്റ്സും ഉള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഡീകൺസ്ട്രക്റ്റിന്റെ ഹെയർ ഗ്രോത്ത് സെറം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ മുടി എന്ന് പറയുന്നത് ഇന്ന് ഷാമ്പൂ ഒക്കെ ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ നോസിൽ കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് എടുക്കാൻ റെഡി ആകും. അപ്പൊ അതിനുശേഷം 2 ഡ്രോപ്പ് മാത്രം എടുക്കാം കേട്ടോ. 1, 2 ജസ്റ്റ് 2 ഡ്രോപ്സ് എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം കയ്യിൽ വെച്ച് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ മുടി കൊഴിച്ചിൽ ഫീൽ ചെയ്യുന്നത് അവിടെയൊക്കെ ജസ്റ്റ് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ള മസാജിന് ശേഷം ഒരു കോംബ് എടുക്കുക.
അതിനുശേഷം നമുക്ക് ദാ ഇങ്ങനെ ഒന്ന് ചീവി ചീവി കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നോൺ ഓയിലിയും നോൺ ഗ്രീസിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം എന്താ നല്ലതുപോലെ ഇങ്ങനെ ചീവിയും കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ചീവി കഴിഞ്ഞാലും നമ്മുടെ കണ്ടോ കോമ്പില് നമുക്ക് ഒറ്റ മുടി പോലും വരുന്നില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഡീകൺസ്ട്രക്ട് ഹെയർ ഗ്രോത്ത് സെറത്തിന്റെ കാര്യങ്ങള്. അപ്പൊ ഇന്നത്തെ പ്രോഡക്റ്റിന്റെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ് ബൈ, ടേക്ക് കെയർ ഓൾ.